ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ജ്യോതി. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക. പിന്നെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആട്ടോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തു, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് പെരുംജീരകം ആട്ടോ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് പൊട്ടി വരും. കടുകോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട, പെരുംജീരകം പൊട്ടി വരുമ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് പച്ചമുളക്. ഞാൻ മാക്സിമം കുറച്ചാട്ടോ ഇടുന്നത്, നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇടാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത്, അതായത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുണ്ട്. അപ്പം അതും കൂടി ഇതിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാടിയൊന്നും വരണ്ട കേട്ടോ. ആ പെരിഞ്ചീരകം എല്ലാം കൂടെ ഒന്ന് മിക്സായി ഒന്ന് വാടി വരാറാവുന്നതിന് മുന്നേ ഒരു പരുവമുണ്ടല്ലോ, അതാകുമ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട്, ഇതെപ്പോഴും ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പം കുറച്ച് അധികം നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ അടി കട്ടിയില്ലാത്തൊരു പാത്രം വേണം നമ്മൾ എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മളിത് ഇതുപോലാക്കി ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കുറച്ചല്ലേ ഇട്ടുള്ളൂ, നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയൊരു ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ആ സവാളയൊക്കെ ഒന്ന് വാടി വന്നു കേട്ടോ. ആ സമയത്ത് നമുക്ക് അടപ്പ് തുറന്നെടുക്കുമ്പം ഇതുപോലെ ഇരിക്കും. ഇനി നമ്മൾ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ക്യാരറ്റ് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, ബീൻസ് ഉണ്ട്, പയറുണ്ട്, കുറുമയ്ക്ക് വേണ്ടുന്ന എല്ലാ വെജിറ്റബിൾസും ഉണ്ടല്ലോ, കോളിഫ്ലവർ. അപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോയും ക്യാരറ്റും കോളിഫ്ലവറും ബീൻസും ആണ്. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. കുറുമയ്ക്ക് അറിയാമല്ലോ ഏത് കട്ടിങ് ആണെന്ന്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ സവാളയായിട്ട് നന്നായിട്ട് വഴച്ച് കേട്ടോ. ഈ വെജിറ്റബിൾസ് ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. മുന്നേ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചേക്കല്ലേ, ഈ പച്ചക്കറികളൊക്കെ ഇട്ട് വേവാനായിട്ട് കുറച്ചൊന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ആ സവാളയായിട്ട്. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് വേറെ പൊടികളൊന്നും ചേർക്കരുത്, ശ്രദ്ധിക്കുക. മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് നമ്മുടെ കുറുമയ്ക്കകത്ത് ചേർക്കുന്നത് ഈ വെജിറ്റബിൾസിനകത്ത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ചേർക്കരുത് കേട്ടോ. എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ മിക്സായി വരുമ്പം 1 ടീസ്പൂൺ ഗരം മസാല ഉണ്ട്, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാല നമ്മൾ ഇടുന്ന ഇത്ര മസാലയേ ഉള്ളൂ, അതെല്ലാം നമ്മുടെ വെജിറ്റബിൾസിനകത്തേക്ക് പിടിക്കണം കേട്ടോ. നിങ്ങൾ എത്രയാണോ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടിയോ കുറച്ചോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരടപ്പ് വെച്ച് മൂടി വെക്കുക കേട്ടോ. ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ, നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കയറി വേവത്തില്ല നന്നായിട്ട്. പൊട്ടറ്റോ ഒക്കെ ഉണ്ട്. അപ്പം ഒന്ന് വാടി വെജിറ്റബിൾസൊക്കെ വന്നപ്പോഴത്തേന് ചൂട് വെള്ളമാണ് കേട്ടോ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുന്നത്, വീണ്ടും ഒന്ന് കുക്കായി വരണ്ടേ. അപ്പം ഇതെല്ലാം ഒന്ന് തിളച്ചത് ഇതുപോലായിട്ട് വരുമ്പോഴത്തേന് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപ്പ് നോക്കുക കേട്ടോ. ഈ സമയത്തിന് ഉപ്പിടണം, ലാസ്റ്റ് ഉപ്പിടാൻ നിൽക്കണ്ട കേട്ടോ. അപ്പം ഈ തിളച്ച സമയത്തിന് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിന് നോക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ചൂട് വെള്ളമല്ലേ ഒഴിച്ചത്, അപ്പം നമുക്ക് ചെറിയൊരു ഫ്ലെയിമിലെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ആവശ്യത്തിന് തേങ്ങ, ഞാനിവിടെ ഒരു 1/2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതാണ് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് കാഷ്നട്ട്, ഞാനിവിടെ 8 കാഷ്നട്ടും കൂടി ഇടുന്നുണ്ട്. അപ്പം അതും കൂടെ നമ്മുടെ ഈ അരപ്പിനകത്ത് ഇടാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുക കേട്ടോ ഈ കാഷ്നട്ടും തേങ്ങയ്ക്കകത്തും. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റ് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് ആവണം. ഈ തോരനോ അരപ്പിനോ ഒന്നും അരയ്ക്കുന്ന കണക്കല്ല, ഒരു കുറുകി വന്നിരിക്കുന്ന രീതിയിൽ ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ വെജിറ്റബിൾസിൻ്റെ അടപ്പൊന്ന് തുറന്നു കൊടുക്കട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വീണ്ടും നന്നായിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും, നമ്മളത് കാര്യമാക്കണ്ട. ഇനി നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ തേങ്ങയൊക്കെ ഇട്ട്, അത് ഇതുപോലെ മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് നമ്മുടെ വെജിറ്റബിൾസിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് തീ കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പേസ്റ്റിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല പൗഡർ പോലെ ആയിട്ടുണ്ടല്ലോ അരച്ച്. അപ്പോൾ അതുപോലെ ആയി വരണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളം കുറുകി എടുക്കുകയും ചെയ്യരുത്. അത് നമുക്ക് വെള്ളം പിന്നെ ആഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ആ വെജിറ്റബിൾസിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഈ തേങ്ങയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ വെജിറ്റബിൾസുമായിട്ട്. അപ്പം നല്ല കുറുകി എടുക്കുക കേട്ടോ. ഈ സമയത്ത് എന്ത് മണമെന്നറിയാമോ, അതായത് നമ്മുടെ ഗരം മസാല മാത്രമല്ലേ ഇടുന്നുള്ളൂ, അത് നമ്മുടെ തേങ്ങയും കൂടി ഇടുമ്പോഴത്തേനും നല്ല
മണമാണ്, കാരണം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ആ തേങ്ങയെല്ലാം കൂടെ വെജിറ്റബിൾസുമായിട്ട് യോജിപ്പിച്ച് വെള്ളം ഒരുപാട് കൂട്ടാൻ നിൽക്കരുത്. നമുക്ക് കുറുമ എന്ന് പറയുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും. ഈ സമയത്ത് ഞാൻ വീണ്ടും ഉപ്പ് നോക്കുന്നുണ്ട്, കാരണം നമ്മൾ ആവശ്യത്തിനല്ലേ ഉപ്പിട്ടുള്ളൂ. അപ്പം ഉപ്പ് കൂടിയോ കുറവോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുമ്പോഴത്തേന് നമ്മുടെ ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് വെജിറ്റബിൾ കുറുമ റെഡി കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മണവുമാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ. വീട്ടിൽ ഗസ്റ്റോ മറ്റാരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ ഇതേ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ ഒരു കറിയും കൂടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ കുറുമ നിങ്ങൾ വേറെ എങ്ങൊന്നും കഴിച്ച് കാണത്തില്ല. വീട്ടിൽ തന്നെ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് കൂടുതലായിട്ട് വരേണ്ട എനിക്ക് തോന്നിയിട്ടുള്ള ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ കാണുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വേറൊരു കുക്കിംഗ് വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ എൻ്റെ വെജിറ്റബിൾ കുറുമ എന്തുമാത്രം അടിപൊളിയാണെന്ന്. ഈ സമയത്ത് മണമെന്ന് പറയാൻ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ വീണ്ടും പറയുവാണ്, ചുമ്മാ പറയുമല്ല, ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.